എവരിവൺ, മെഡിക്കൽ ആൻഡ് ലൈഫ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ ആണ്. നമ്മളിത് പാർട്ട് 1 ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. കാരണം മെഡിക്കൽ ഗ്യാസ് സിലിണ്ടറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ പാർട്ട് 1 കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. അതോടൊപ്പം ഇതിന്റെ ടൈപ്സും സൈസസും കളർ കോഡിങ്ങും എല്ലാം നമുക്ക് വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു സ്റ്റോർ മെഡിക്കൽ ഗ്യാസസ്, അതായത് മെഡിക്കൽ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ യൂസ് ആണ് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ ഗ്യാസസ് സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മെയ്ഡ് അപ്പ് ഓഫ് മോളിബിഡിനം സ്റ്റീൽ, ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ. മോളിബിഡിനം സ്റ്റീൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹൈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സം ഓഫ് ദ ന്യൂവർ സിലിണ്ടർ കണ്ടെയ്ൻസ് ക്രോമിയം അലോയ് ടു ഡിക്രീസ് ദെയർ വെയിറ്റ്. പുതിയ രീതിയിലുള്ള സിലിണ്ടേഴ്സിൽ ക്രോമിയം അലോയും കൂടെ കണ്ടുവരുന്നുണ്ട്, അതിന്റെ വെയിറ്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കമ്പോണൻസ് ഓഫ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബോഡി, അതിന്റെ ബോഡി, ഷോൾഡർ ആൻഡ് നെക്ക് ആണ് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ വാൽവ്സ് ഓർ സ്പിൻഡിൽ വാൽവ് എന്ന് പറയും. വാൽവ്സ് ഓർ സ്പിൻഡിൽ വാൽവ് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് ബ്രോൺസ് ഓർ ബ്രാസ് ആണ്. ബ്രോൺസ് അല്ലെങ്കിൽ ബ്രാസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫില്ലിംഗ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് സിലിണ്ടർ, ദെൻ ഫിറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ടോപ്പിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത് നോക്കാം, അതായത് വാൽവ് ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. പാക്ഡ് വാൽവ്, ഫ്ലഷ് ടൈപ്പ്, ഡയഫ്രം വാൽവ്, ബുൾ നോസ്ഡ്, ഇത്രയും ടൈപ്സ് ഓഫ് വാൽവ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹാൻഡിൽ ഓർ ബ്രച്ച് ആണ്. ടു ഓപ്പൺ ഓർ ക്ലോസ് ദ സിലിണ്ടർ, സിലിണ്ടറിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ പ്രഷർ റിലീഫ് വാൽവ്, മെന്റ് ടു വെന്റ് സിലിണ്ടർ കണ്ടൻസ് ടു അറ്റ്മോസ്ഫിയർ. സിലിണ്ടറിലുള്ള ബാക്കി കണ്ടൻസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തു വിടാൻ വേണ്ടിയിട്ടാണ് പ്രഷർ റിലീഫ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇഫ് പ്രഷർ ഓഫ് ദ എൻക്ലോസ്ഡ് ഗ്യാസ് ഇൻക്രീസ് ടു ഡേഞ്ചറസ് ലെവൽ, അതായത് നമ്മുടെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഗ്യാസിന്റെ പ്രഷർ കൂടുമ്പോൾ അത് ഡേഞ്ചറസ് ലെവൽ എത്തുവാണ് എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഗ്യാസസിനെ പുറത്ത് കളയുവാൻ വേണ്ടിയിട്ടാണ് പ്രഷർ റിലീഫ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് കോണിക്കൽ ഡിപ്രഷൻ ആണ്. സിറ്റുവേറ്റഡ് ഇൻ ദ വാൽവ് അബോവ് പ്രഷർ റിലീഫ് ഡിവൈസ്. ഇത് പ്രഷർ റിലീഫ് ഡിവൈസിന്റെ മുകളിലുള്ള വാൽവിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. Then receives the retaining screw. Then sixth point, അതായത് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിസ് ആണ്, പിൻ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം. പിൻ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒന്ന് പറയാട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഇത് പാർട്ടായിട്ട് ഇടുന്ന റീസൺ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കുന്ന കാര്യമായത് കൊണ്ട് തന്നെ ബോറടിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മതിയോ അതേ ഫുൾ വീഡിയോ ആയിട്ട് വേണമോ എന്നുള്ളതൊക്കെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.